പൊതുവേ നമ്മൾ ബോഹോ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു ഓവർ ദ ടോപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ബൊഹീമിയൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഇച്ചിരി ഒരു ഹിപ്പി അങ്ങനത്തെ ഉള്ള ഒരു ഇതിലാണ് വരുന്നത്. പക്ഷേ ആ ഒരു എലമെൻറ്റ്സ് കുറച്ചെടുത്തിട്ട് നമ്മളൊരു കാഷ്വൽ ലുക്ക്. അപ്പോൾ ദിസ് ഇസ് വാട്ട് വി ഹാവ്. ആൻഡ് അത് 2 ഷെയ്ഡ്സിലാണ്. നമ്മളെപ്പോഴും മൽ കോട്ടൺസ് എന്ന് പറയാറുണ്ട്. കേംബ്രി കോട്ടണും ഇസ് ഓൾസോ വെരി പോപ്പുലർ. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ തന്നെ വരുന്നതാണ്. കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് വരും അതിന്. മൽ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല കുഴഞ്ഞു കിടക്കത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ വീവിങ്ങിനകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ്, കോട്ടൺ തന്നെയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്കൊരു കോയിൻ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ടാസൽ ആൻഡ് ഒരു പാച്ച് വി നെക്കിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പം കോഡ് സെറ്റാണ്. ഇറ്റ് ഡസൻ ഹാവ് സ്ലിറ്റ്സ്, റീലൈൻ പാറ്റേണിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിൻ്റെ അകത്ത് വന്നിട്ടുള്ള ബോട്ടം സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് 2 സൈഡിലും ഇലാസ്റ്റിക്സ് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ് വന്നിരിക്കുന്നത്. ഇത് വിത്തൗട്ട് ലൈനിങ് വരുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഒന്ന് നോക്കാം. സ്ക്രീൻ പ്രിൻറ്റിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ലുക്കാണ്. നമുക്ക് ലൈക്ക് 9 to 5 വർക്കിനാണെങ്കിലും ട്രാവലിങ്ങിനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സെറ്റാണ്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. 1449 എന്ന ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട് ഫ്ലോറൽ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഫിറ്റിങ് വന്നിരിക്കുന്നത്. വേസ്റ്റ് ബാൻഡ് ഫുള്ളി ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ബോട്ടത്തിൻ്റെ അകത്തും ടോപ്പിൻ്റെ അകത്ത് നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്, ബോട്ടത്തിൻ്റെ അകത്ത് വരുന്നില്ല, കാരണം ഈ ലൈനല്ലേ. അപ്പം നമുക്ക് ഇത് ലൈക്ക് സ്മോൾ പോക്കറ്റ്സ് ആണ്. ഇറ്റ്സ് നോട്ട് വെരി യൂട്ടിലിറ്റി അങ്ങനത്തെ ഒരു ഇതല്ല. ലൈക്ക് സ്മോൾ ലൈക്ക് യു ക്യാൻ ക്യാരി എ ലിപ്സ്റ്റിക് അങ്ങനെയുള്ള ഒരു പോക്കറ്റ് അതിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ NCF 258 257 എന്നുള്ള 2 കോഡ്സിൻ്റെ അകത്തായിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കോട്ടൺ സാരി, ഇതിനകത്ത് ഇക്കത്തിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഫുള്ളായിട്ട് ബോഡിയിൽ ഈ ഒരു വീവിങ് സ്റ്റൈലും ആൻഡ് ബോർഡറിലായിട്ട് സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് സെറീൻ്റെ തന്നെ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആണ് ത്രൂ ഔട്ട് ബോർഡറിൽ പാസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ടെമ്പിൾ ബോർഡർ, അത് സെറിയും യാൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീവിങ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് സ്കേർട്ടറായിട്ട് നമ്മുടെ ഇക്കത്തിനകത്തും ആ ഒരു ഗോൾഡ് ഫീല് വരാൻ വേണ്ടിയിട്ട് യാൻസിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഈ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ഒരു ബ്ലാക്കിൻ്റെ കൂടെ വൈറ്റ് ലൈൻ, റെഡ് ലൈൻസ്. ഇപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, എങ്കിലും നമുക്ക് പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് പിടിച്ചൊന്ന് വിടുവാണെങ്കിൽ, ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ തന്നെ ആ ഒരു പ്ലീറ്റ്സ് അങ്ങനെ ഇരിക്കും കേട്ടോ. ആൻഡ് നമുക്കിപ്പം ഒരു സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ സാരീസ് എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേനും. ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ ഷെയ്ഡൊക്കെ വരുന്ന ജ്വല്ലറീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വലിയ ചുമുക്കയൊക്കെ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ സാരി. ഇല്ല നമുക്ക് ഇപ്പോൾ ഒരു ഓഫീസ് വെയർ ആണെങ്കിലും കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺസ് പോലെ വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല നമുക്ക് ആ ഒരു ക്യാരി ചെയ്യാൻ ഈസിയാണ്. പ്ലീറ്റ്സൊക്കെ എടുത്ത് വെയർ ചെയ്യുവാണെങ്കിൽ രാവിലെ തൊട്ട് എൻഡ് ഓഫ് ദ ഡേ വരെ അതങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് RP413, പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1599. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈവനിങ് ഒരു പാർട്ടി ലുക്ക് നോക്കുവാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോളേജ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നെറ്റിലാണ് വന്നേക്കുന്നത്. നെറ്റിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്, അതിൻ്റെ കൂടെ സീക്വൻസിൻ്റെ ഹൈലൈറ്റിംഗ് ആട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇതിപ്പം ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിനകത്താണ് നമുക്കെങ്കിൽ ആ ഒരു ഷിമ്മർ ആണ് ആ ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫുള്ളായിട്ട് ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ എൻഡിലായിട്ടും ഈ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ആൻഡ് ത്രൂ ഔട്ട് ബോഡിയിലും പ്ലീറ്റ്സിലും ഒക്കെ ഈ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ് ആൻഡ് ബ്ലൗസ് പീസും ഈ ഒരു ലുക്കിലാട്ടോ വരുന്നത്. നമുക്കൊന്ന് ഒരു ഡീപ്പായിട്ടുള്ളൊരു വീനെക്കോ അങ്ങനെ എന്തെങ്കിലും, അല്ലെ സ്ലീവ്ലെസ് ആൻഡ് നെറ്റ് മാത്രം വരുന്ന സ്ലീവിൻ്റെ പോർഷനോ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ല ഇതിപ്പോൾ ഒരു സോളിഡ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺട്രാസ്റ്റ് ലുക്കിൽ വരുന്ന ജ്വല്ലറീസൊക്കെ പെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ബ്ലാക്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഒരു 3 ഷെയ്ഡ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ആട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ നയൻതാരയുടെ വെഡ്ഡിങ് ലുക്കിന് ഒരു റെഡ് സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സെയിം ലുക്കാട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് വരുവാണെങ്കിൽ അത് റെഡിനകത്ത് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ജ്വല്ലറീസൊക്കെയാണ് പെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിങ്കിനകത്ത് അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ലുക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു സെയിം ബ്ലൗസും നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ലുക്ക് വന്നേക്കുന്ന ഈ ഒരു ഇത് കയ്യിലെടുക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. അത് നമ്മൾ ഇത്രയും വർക്ക്ഡ് ആയിട്ട് വന്നിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ അതങ്ങ് ബാലൻസ് ആവും കേട്ടോ. നെക്സ്റ്റ് ലുക്ക് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ലൈറ്റർ പാലറ്റിലാണ് വന്നേക്കുന്നത്, ഒരു ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റർ പാലറ്റ്. ഭയങ്കര രസമാണ് ഒരു കളർ, ഒരു ന്യൂഡ് ഷെയ്ഡ്. നെറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി ചെറിയ ലെവലിലുണ്ട്. പക്ഷേ ആ ഒരു ഫുള്ളായിട്ട് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് ആ ഒരു ബ്ലൗസൊക്കെ ആ ഒരു സെയിം ലുക്കിലൊക്കെ വെയർ ചെയ്യുമ്പോഴത്തേന് കുറേയൊക്കെ ഹൈഡ് ആവുമല്ലോ. ഒത്തിരി അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് വർക്ക് വരുന്നതുകൊണ്ട് ബാലൻസ്ഡ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ്. ഇതൊക്കെ നമുക്ക് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിനകത്തുള്ള സാരീസൊക്കെ നോക്കുന്നവർക്ക് പറ്റും കേട്ടോ. SPP 169 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 4649. ഇത് പ്യുവർ വൈറ്റുള്ള ചെറിയൊരു ഓഫ് വൈറ്റ് ടോണിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ്. ഫാമിലി ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിലും എല്ലാവർക്കും ഫാമിലി മൊത്തത്തിലൊരു കളർ ഷെയ്ഡൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് ഈ ഒരു കളറൊക്കെ ചൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ നോക്കുന്നവർക്കും പറ്റും കേട്ടോ. SPP 175 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 4649. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും.